മക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഒരു സഹോദരി രണ്ട് പേര് പറഞ്ഞത് റെഡ് മാല ഉണ്ടാക്കുന്നത് ഒന്നുകൂടി പറയണം ആദ്യം തൊട്ട്. എനിക്ക് തോന്നുന്നു ആദ്യമേ കാണാത്തവരാണെന്ന് തോന്നുന്നു. പിന്നെ അവർക്ക് റെഡ് ഇഷ്ടപ്പെട്ടതായിരിക്കണം. അപ്പോൾ അവർ അതൊന്നുകൂടി പറയാനും വ്യക്തമായി പറയാനും കുറച്ച് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത് ഇത് വീണ്ടും ചെയ്യുകയാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ആ സിംഗിൾ മാല ഇല്ല. എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചെയ്തൊരു ഡബിൾ ഇങ്ങനെ അത് ചെയ്ത് തന്നെ രണ്ടെണ്ണാക്കിയിട്ട് ചെയ്തതാണ് ഇപ്പം എൻ്റെ അടുത്ത് ഉള്ള. അത് പ്രകാരം ഞാൻ കാണിക്കുകയാണ് എങ്ങനെയാണ് അത് മുതലേ തന്നെ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നാൽ സന്തോഷമായിരിക്കും വാട്സപ്പിലും കൂടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ആദ്യം വേണ്ടത് നൂല്, നൈലോൺ നൂലാണ്. കണ്ടല്ലോ, ഈ നൂല് വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ല ഉറപ്പുണ്ട്, ഇപ്പം അത്ര പൊട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഡബിളാണ് വേണ്ടത്, ഡബിള്. അപ്പം മാലയ്ക്ക് എത്ര ലെങ്ത്ത് വേണം അത് ഓരോരോ ആളുടെ ചോയ്സാണ്. ചിലവർക്ക് ഇറക്കം കൂടുതലുള്ള മാലയാണെങ്കിൽ ഒരു മാലയുടെ അളവിൻ്റെ 3 ഇരട്ടി 2 സൂചികളിലായിട്ട് കോർക്കണം. 2 സൂചികൾ ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ കോർത്തു. ഇത് കോർക്കാൻ പ്രയാസം ഉണ്ടാവുമ്പോൾ കോർക്കാൻ വളരെ സൂചിയുടെ ദ്വാരം വളരെ ചെറുതാണ്. കോർക്കാൻ പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നൂലിൻ്റെ അറ്റത്ത് കുറച്ച് ഞാൻ ഗമ്മ് കാണിച്ചിരുന്നല്ലോ. ആദ്യത്തെ വീഡിയോ കണ്ടവർക്കെല്ലാം അതെല്ലാ സാധനങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗമ്മ്, കത്രിക, ഗമ്മ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചക്കിരി ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് വാങ്ങിയിട്ട് വേറെ ആക്കണം. ഇത് മുറിച്ചിട്ട് വേറെ ആക്കിയിട്ട് ഓരോന്നും വേറെ ആക്കി ഇതുപോലെ കിട്ടും. ഇതുപോലെ എടുത്തതിന് ശേഷം ഡാമേജ് നോക്കണം. ചിലത് ഈ ഭാഗത്ത് കറുപ്പ് നിറം ഉണ്ടാവും, അങ്ങനെയുള്ളതെല്ലാം മാറ്റണം. അപ്പോൾ ഇത് ശരിക്കും ഒരുപാട് വേണം. ഒരു മാലയ്ക്ക് ഒരു 10 ഉണ്ടായെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മാലകൾക്ക് ചക്കിരി നല്ലപോലെ വേണം. അപ്പോൾ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാവുന്നതുകൊണ്ട് കൂടുതൽ എടുത്തിട്ട് നമ്മളത് വേറെ ആക്കി ആദ്യം തന്നെ വെക്കണം. അതേപോലെ ഈ ഗോൾഡൻ ബീഡ്സ് വരുന്നത് ഇങ്ങനെയാണ്, അതും വേറെ ആക്കണം. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ ഈ റെഡ്, പിന്നെ വേണ്ടത് ഈ റെഡ് മാലയാണെങ്കിൽ റെഡ് മുത്താണ്. അതും വേറെ ആക്കിയിട്ട് എല്ലാം വെക്കുക. ഗമ്മ് ഇതാണ്, ഞാൻ വാങ്ങുന്ന ഗമ്മ് ഇതാണ്. ഇത് നൂലിൻ്റെ അറ്റത്തൊന്ന് പുരട്ടിയിട്ട് ഒന്ന് പ്രസ്സാക്കി കഴിഞ്ഞാൽ അത് നല്ലപോലെ സൂചിയിൽ നമുക്ക് പിന്നെ കോർക്കാൻ പറ്റും, നൂല് കോർക്കാൻ പറ്റും. അപ്പം ഞാൻ കോർത്തതാണ്. ഈ 2 സൂചിയിലും ഞാൻ 3 ഇരട്ടി എടുത്തിട്ട് ഒന്ന് നല്ലപോലെ കൈകൊണ്ട്, ഇതെപ്പോഴും ഈ കുരുങ്ങിപ്പോകാൻ കൂടുതൽ ചാൻസ് ഉള്ള നൂലാണ്. നല്ല ക്ഷമ വേണം. അതേപോലെ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് വട്ടക്കണ്ണിയിലോ അല്ലെങ്കിൽ കുളത്തിലോ ആവാം. കുളത്തൊരു വട്ടക്കണ്ണിയിലാക്കിയിട്ട് ഇനി കുളത്ത് അവസാനം ഇവിടെ പിടിപ്പിച്ചാലും മതി. അപ്പോൾ ആദ്യം ഈ വട്ടക്കണ്ണീൻ്റെ അറ്റത്ത് ഈ 2 നൂലും നല്ലപോലെ പ്രസ്സാക്കി, കണ്ടോ, നല്ല ടൈറ്റാക്കി കെട്ടിയതാണ് ഞാനിത്. എന്നിട്ട് കുറച്ച് ഗമ്മാക്കിയത് ഞാൻ ആദ്യം സാധാരണഗതിയിൽ ഗമ്മാക്കാറില്ല. എല്ലാ പണിയും കഴിഞ്ഞാലാണ് ഗമ്മാക്കുക. കാരണം എന്തെങ്കിലും കാരണത്താൽ നമുക്ക് അഴിക്കേണ്ടി വന്നാൽ അത് പിന്നെ ഗമ്മാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ഈ നൂല് നമ്മളെ ശല്യം ചെയ്യും ഇങ്ങോട്ടിങ്ങനെ നമ്മൾ കെട്ടുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗമ്മാക്കിയിട്ട് അതിനെ ഇത്രയും നല്ല ടൈറ്റാക്കി കെട്ടണം. കാരണം മാലേൻ്റെ വെയിറ്റ് നിൽക്കുന്നത് ഈ നൂലിൻ്റെ ഈ വട്ടക്കണ്ണിയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കഴിഞ്ഞാൽ അത് കാണൂല, അത് കാണാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തുടങ്ങേണ്ട 2 നൂലും 2 സൂചിയിലെ നൂലും ഇവിടെ കണ്ടല്ലോ ബന്ധിപ്പിച്ചു. അപ്പോൾ മനസ്സിലായല്ലോ, ബന്ധിപ്പിച്ചു. എന്നിട്ട് ഞാൻ ചെയ്തത് ഒരു ഭാഗത്തിൽ വലതുഭാഗത്തുള്ള നൂലിൽ, ഡബിൾ നൂലാണ് രണ്ടും, ആ നൂലിൽ ഞാനിപ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. കാരണം ലെങ്ത്ത് കൂടിപ്പോവും വീഡിയോ. ആ നൂലിൽ ആദ്യം തന്നെ ഞാനൊരു ചക്കിരി കോർത്തു. അത് കഴിഞ്ഞിട്ട് 2 റെഡും കണ്ട മുത്തുകൾ കോർത്തു. വീണ്ടും ചക്കിരി കോർത്തു. എന്നിട്ട് ഗോൾഡൻ ബീഡ്. ഇത് ഒരു സൈഡിലെ നൂല് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ തുടക്കം പറഞ്ഞുതരാം. ചെയ്യേണ്ടത് ഇപ്പം ഒരു സൈഡിൽ മാത്രം ഗോൾഡൻ മതി.
ഇപ്പുറത്തെ സൈഡിൽ ഗോൾഡൻ വേണ്ട, കാരണം ഗോൾഡൻ സെൻറ്ററിലേക്ക് വരുന്നതാണ്. അപ്പോൾ വലതു ഭാഗത്തുള്ള സൂചിയിൽ ഇതേപോലെ തന്നെ 2 സൈഡിൽ ഒരുപോലെ വരുന്ന വിധത്തിൽ ഒരു ചക്കിരി, 2 റെഡും ഒരു ചക്കിരി മാത്രം. ഇടത് ഭാഗത്ത് ആദ്യം വലതു ഭാഗത്ത് നമ്മൾ ചെയ്തത് ഒരു ചക്കിരി, 2 റെഡ്, ഒരു ചക്കിരി, ഒരു ഗോൾഡൻ ബീഡ്, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇടത് ഭാഗത്തുള്ള നൂലെടുത്തിട്ട് ഈ റെഡ് ബീഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് എടുത്തതാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഞാൻ അടുത്തത് രണ്ടാമത് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരുന്നതാണ്. എന്നിട്ട് ഇത് ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടി, അത് ടൈറ്റായി അധികം ടൈറ്റാക്കി വേറൊരു കെട്ട് ഇതിൻ്റെ ഉള്ളിൽ വരാൻ പാടില്ല, ഇങ്ങനെ നിന്നോളും. ഇത് നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാകും. ഇതിപ്പോൾ ലൂസായി നിന്നെന്ന് വിചാരിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റാക്കാൻ പറ്റും. ഇതിങ്ങനെ ഒറ്റൊന്ന് ടൈറ്റാക്കാൻ മാത്രമേ പാടുള്ളൂ. വീണ്ടും ഞാനെന്താ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ആദ്യം വലതുഭാഗത്ത് നൂലിൽ കുറച്ചധികം കോർത്തിട്ട് വെക്കും. അപ്പം നമുക്ക് എളുപ്പമാണ്, പണി എളുപ്പത്തിന്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡിൽ കോർത്തിട്ട് വെക്കും. കണ്ടോ, ഒരു സൈഡിൽ ഇതേപോലെ ചക്കിരി. പിന്നെ നമ്മൾ കണക്ക് തെറ്റിപ്പോകരുത്. ഇടയ്ക്ക് അപ്പം ഞാൻ തന്നെ ചക്കിരി മറന്നുപോയി. അത് മറന്നു പോയാൽ ഭയങ്കര പ്രയാസം. നമ്മൾ മാല മുഴുവൻ ഒരു വൃത്തികേടും ഉണ്ടാവും, വീണ്ടും അഴിക്കേണ്ടിയൊക്കെ വരും. ഈ നൂലാണ് ഈ കുരുങ്ങിപ്പോകാൻ പാടില്ല. ഈ സൂചി ഇതിൻ്റെ ഉള്ളിലൊക്കെ കുരുങ്ങിപ്പോയാലും എല്ലാം അബദ്ധമാവും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ചക്കിരി, 2 റെഡ് മുത്ത്, വീണ്ടും ഒരു ചക്കിരി, ഒരു ഗോൾഡൻ, അങ്ങനെ റിപ്പീറ്റായി കുറേ എണ്ണം ചെയ്ത് വെക്കുക വലത് ഭാഗത്ത്. ഇടത് ഭാഗത്ത് ഒരു ചക്കിരി, 2 റെഡ് മുത്ത്, ഒരു ചക്കിരി മാത്രം. അതിന് ശേഷം ഈ വലതു ഭാഗത്തുള്ള ഗോൾഡനിലേക്കാണ് ഇതേപോലെ കണക്ഷൻ കൊടുക്കുക. അങ്ങനെയാണ് മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ മാലയുടെ ലോക്കറ്റിൻ്റെ മുകളിലേക്കോ, അല്ലെങ്കിൽ ലോക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് മുഴുവനും ഈ നൂല് മതിയാവും. ഒരു സാധാരണ ഞാൻ ഉണ്ടാക്കിയ ആ ലെങ്ത്തുള്ള മാലയ്ക്ക് ഈ നൂല് മതിയാവും. നൂല് ഒരിക്കലും വീണ്ടും കെട്ടി യോജിപ്പിക്കാനോ, പൊട്ടിപ്പോയാലോ അല്ലെങ്കിൽ തികയാതെ വന്നാലോ അത് വീണ്ടും മാലയുടെ ഇടയ്ക്ക് യോജിപ്പിക്കാനേ പാടില്ല. അത് മാല അഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും കാരണമാകും. അതുകൊണ്ട് മാലയുടെ ആവശ്യത്തിനുള്ള നൂല് ആദ്യമേ തന്നെ, അതായത് 3 ഇരട്ടി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. 2 സൈഡിലും 3 ഇരട്ടി വീതം ഒരു മാലയുടെ സിംഗിൾ മാല കോർക്കുന്ന മാത്രം മാലയ്ക്ക് 3 ഇരട്ടി. ഞാനതിലൊരു ചെറിയ തെറ്റ് നേരത്തെ പറഞ്ഞതിലുണ്ടായിരുന്നു. വെറുതെ കോർക്കുന്ന മാല ഉണ്ടായിരുന്നല്ലോ, അതിന് 3 ഇരട്ടി എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മാലയുടെ ലെങ്ത്തിൻ്റെ കുറച്ചധികം മാത്രം എടുത്താൽ മതി. ഇതിങ്ങനെ കോർത്ത് പോകുന്നതുകൊണ്ട് നൂല് കുറച്ചധികം വേണം. പിന്നെ യോജിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ടും ഇങ്ങനെയാണ് ഇത് നിൽക്കുക ഇപ്പുറത്ത്. അപ്പോൾ വലത് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് അപ്പം തന്നെ കെട്ടി അങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ എളുപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി വലത് ഭാഗത്ത് അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ രണ്ടും ചെയ്ത് വെക്കുക, കുറച്ചധികം ചെയ്ത് വെക്കുക. എന്നിട്ട് ഇടത് ഭാഗത്ത് ഗോൾഡ് ഇല്ലാതെ 2 എണ്ണം ചെയ്തിട്ട് ഈ ഗോൾഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇത്രയാണ് ഇത് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ. അതാണ്. പിന്നെ ലോക്കറ്റ് വരുമ്പോഴൊക്കെ നമുക്ക് സ്വാഭാവികമായും പിന്നെ ലോക്കറ്റിൻ്റെ പകുതി ഏകദേശം എണ്ണിയിട്ട് ഒരു സൈഡിൽ കൃത്യം എത്ര, അല്ലെങ്കിൽ 2 സൈഡിൽ ഒരേപോലെ വേണമല്ലോ, അത് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. ഒരേ കണക്കിലായിരിക്കണം. അത് എണ്ണം കറക്റ്റാക്കുക. ആ ലെങ്ത്തിൻ്റെ ആ മാലയുടെ പകുതി നമുക്ക് വന്നു കഴിഞ്ഞാൽ ലോക്കറ്റ് വരണം. അപ്പോൾ ലോക്കറ്റിലേക്ക് യോജിപ്പിക്കുക. മുഴുവൻ ഞാൻ ചെയ്യുന്നത് കാണിക്കുമ്പോൾ വളരെ നീണ്ടു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും കാണിക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു. ഞാനിപ്പോൾ ചെയ്തത് കണ്ടില്ലേ, ഒരു സൈഡിൽ ഒരു ചക്കിരി, 2 ഗോൾഡൻ, ചക്കിരി, ഗോൾഡൻ, വീണ്ടും ചക്കിരി. ഈ 2 മുത്ത് കഴിഞ്ഞിട്ടാണ് ചക്കിരി അപ്പുറത്തും ഗോൾഡിൻ്റെ ഇപ്പുറത്തും ചക്കിരി ആവശ്യമുണ്ട്. ഇങ്ങനെ കുറച്ചധികം ചെയ്ത് വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഗോൾഡൻ വെച്ചിട്ടില്ല, അതൊന്നും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കണ്ടോ, ഗോൾഡൻ വേണ്ട. അതാണ്. അപ്പോൾ ആ സൈഡിലുള്ളതാണ് ഇവിടെ യോജിപ്പിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഗോൾഡൻ മാത്രം എടുത്തിട്ട് നമ്മുടെ ഇടതേ കയ്യിൽ ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ നീഡിൽ ആ
നൂലിൽ തൊടാതെ ഇങ്ങോട്ട് എടുത്തിട്ട് മെല്ലെ വലിച്ചിട്ട് ഈ വലിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ എവിടെയും കുടുങ്ങി പോകാതെ ഇങ്ങനെ ക്ഷമയോടെ എടുത്തിട്ട് ഇവിടെ എത്തിയാൽ ഒന്ന് ടൈറ്റ് ചെയ്താൽ അത് ഇങ്ങനെ ആയി ഉണ്ടല്ലോ. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കുരുക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ശരിയാക്കണം. അത് ശരിയാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിങ്ങോട്ട് വലിച്ചാൽ അത് ശരിയായി, കണ്ടോ, അത് ശരിയായി. എന്നിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം ഞാനിപ്പോൾ ചെയ്ത് വെച്ചതുകൊണ്ട് എളുപ്പമായി, കണ്ടോ, ഇവിടെ ഗോൾഡൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഇപ്പുറത്ത് ഗോൾഡൻ വേണ്ട, കണക്ട് ചെയ്യുന്ന ഗോൾഡനിലാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഞാനിത് കാണിച്ചില്ലല്ലോ, ഇത് കുറേ ഉണ്ടാവും, ഇത്രയും നമുക്ക് ആവശ്യമില്ല. വട്ടക്കണ്ണികൾ എത്ര നമുക്ക് വട്ടക്കണ്ണി ആവശ്യം അത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഈ പ്ലെയർ ഉപയോഗിച്ചത് ഇവിടെ ഈ ബന്ധമുണ്ടല്ലോ അവിടെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള വട്ടക്കണ്ണി എടുത്താൽ മതി. ഈ വട്ടക്കണ്ണിയുടെ കൂടെ കുളത്തും വരുന്നുണ്ട്. ഈ കുളത്തിൻ്റെ കൂടെ കണ്ടല്ലോ കുറേ വട്ടക്കണ്ണി ഉണ്ട്. അത് നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുത്താൽ മതി. അപ്പം ഇപ്പുറത്തെ സൈഡ് ഞാൻ ലോക്കറ്റ് കാണിച്ചല്ലോ, ലോക്കറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഈ വട്ടക്കണ്ണിയിലേക്ക് അവസാനിപ്പിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ അത് ഇങ്ങോട്ട് ബന്ധം വിട്ടിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ കുളത്ത് വേറെ ആക്കിയിട്ട് ഇത് മുറിച്ച് കളഞ്ഞിട്ട് എത്ര വട്ടക്കണ്ണി വേണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അവസാനിപ്പിക്കേണ്ടത് ഇവിടെയാണ്. അവസാനിപ്പിക്കുമ്പോഴും ടൈറ്റ് ചെയ്ത് കെട്ടി, ഞാൻ നേരത്തെ കാണിച്ചില്ല, തുടങ്ങുമ്പോഴെങ്ങനെ അതേപോലെ തന്നെ അവസാനിപ്പിക്കുക. തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു വട്ടക്കണ്ണിയിൽ തുടങ്ങി ലോക്കറ്റിൻ്റെ ഒരു സൈഡിൽ അവസാനിപ്പിച്ചു, ലോക്കറ്റിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങി ഈ വട്ടക്കണ്ണിയിൽ അവസാനിപ്പിക്കാം. അങ്ങനെയാണ് മാല ചെയ്യുക. പിന്നെ എല്ലാം കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് പല വീഡിയോയിൽ, അത് എല്ലാ വീഡിയോയും കാണുകയാണെങ്കിൽ അത് മനസ്സിലാവും. ഇങ്ങനെ അടുപ്പിച്ച് ടൈറ്റ് എല്ലാം കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ മേലോട്ട് ടൈറ്റാക്കി നന്നായി, അത് എല്ലാം കഴിഞ്ഞാൽ ഒരു പണി അതാണ് നീറ്റാക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് കാര്യമായിട്ട് ഉള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്തത് മുഴുവനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തു നോക്കുക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.